കൊണ്ടോട്ടി 17-ലാണ്. ഇതുണ്ടല്ലേ, നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ ഏകദേശം മുന്നിലാണിത്. ഇവിടെ ഒരു കുഴി വന്നിട്ട് ഗെയിൽ പൈപ്പിൻ്റെ ആണിത്. പൈപ്പിന് വേണ്ടിയിട്ട് ഇവിടെ റോഡ് മാന്താണ്. ഇത് പല സ്ഥലങ്ങളിലും മാസങ്ങളോളാണ് ഈ റോഡ് ഇതേപോലെ ഒരു മാന്താണ്ടിട്ട് പോകുന്നത്. ഇതുണ്ടല്ലേ, അല്ലെങ്കിൽ തന്നെ കൊണ്ടോട്ടിയിൽ ഇവിടെ ഫുള്ള് ബ്ലോക്ക്. അതിൻ്റെ ഇടയിൽ ഈ സണ്ടർ ഇതൊക്കെ ആണല്ലോ മണ്ണ് മാന്തിയിട്ട് നേരെ റോഡിലേക്കാണ് ഇടുന്നത്. ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമുള്ളൂ, രണ്ടാമത് വണ്ടിക്ക് പോകാനുള്ള സ്ഥലമില്ല. ഇവിടെ ഈ കോലത്തിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന ഈ സമയത്ത് എങ്ങനെയാണ് ഈ പിന്നെ ഗെയിലിന് വേണ്ടിയിട്ട് ഇതുമ്പാടെ മാന്തുക. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ സി പി ഐൻ്റെ നിസാറ്, മുന്നാസ് അങ്ങനെയുള്ള ആളുകളൊക്കെ പാടെ ഇവിടെ വണ്ടി തടയലും ഈ പ്രശ്നങ്ങളാക്കി. അതുകൊണ്ട് പോലീസ് വന്ന് ഏതായാലും പണി ഇപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് പണി തീർക്കുകയാണെന്നുണ്ടെങ്കിൽ തുടങ്ങിയാൽ മതി, അല്ലെങ്കിൽ തുടങ്ങണ്ട എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് ഇവർ നിർത്തിവെച്ചത്. ഏതായാലും പോലീസ് വന്നിട്ട് ചർച്ചയിലാണ്. പിന്നെ നമ്മൾ നിലവിൽ കൊണ്ടോട്ടിയിലൊരു റോഡിൻ്റെ ഒരു സ്ഥിതിഗതികൾ എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം അത്രയും ഒന്ന് റോഡ് തന്നെ ഡാമേജ് ആയിട്ടുള്ള പ്രശ്നം, അതോടൊപ്പം തന്നെ NHൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഗതാഗത കുരുക്ക് നിലവിൽ അനുഭവിച്ചു വരുന്നതും അത് തീരാത്തതിൻ്റെ ഭാഗമായിട്ട് ജനം തന്നെ നല്ലൊരു പ്രതിഷേധത്തിൽ നിൽക്കുന്ന സമയമാണ്. അതിൽ കൊണ്ടോട്ടിയിൽ തന്നെ ഏറ്റവും ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ് 17. ഈ 17-ലാണ് ഇപ്പം ഈ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഏതൊരു പൈപ്പ് ലൈൻ്റെ ഗ്യാസ് പൈപ്പ് ലൈൻ്റെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വർക്ക് ചെയ്യുമ്പം അവിടെ ക്രമീകരിക്കേണ്ട പല സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വാഹന ഗതാഗത നിയന്ത്രണത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തണം. മറ്റ് ഇത്രയും വലിയൊരു കൺജസ്റ്റഡ് ഏരിയയിൽ ഇതുപോലത്തെ ഒരു വർക്ക് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ ഒന്നും എടുക്കണില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നലെ അവിടെ പോയപ്പോൾ കാണാൻ നമുക്ക് കഴിഞ്ഞത്. അപ്പോൾ ഇതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ട് ആർക്കും തടസ്സമല്ല. പക്ഷേ എല്ലാത്ത രീതിയിൽ ഇപ്പം അത്രയും തിരക്കുള്ള സ്ഥലത്ത് ആ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പം തന്നെ അവിടെ അറിയാൻ കഴിഞ്ഞത് പോലീസിനെ പോലും അറിയിച്ചിട്ടില്ല എന്നുള്ളത്. ഇവിടുത്തെ പ്രാദേശിക അതോറിറ്റിനെ അറിയിച്ചിട്ടില്ല, പോലീസിനെ അറിയിച്ചിട്ടില്ല. ചിലപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ എങ്ങനത്തെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാഞ്ഞാൽ ഇതിന് വലഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതിലേറെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാവും. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ പിന്നെ വർക്ക് തടഞ്ഞത്. അത് തടഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വർക്ക് തുടരുന്നതിനൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ആവശ്യമായ മുൻകരുതലുകളും ആവശ്യമായ ക്രമീകരണങ്ങളും ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇതിൽ ഗതാഗത കുരുക്ക് കൊണ്ടോട്ടി നമുക്കറിയാം. കൊണ്ടോട്ടിയിലെ ഗതാഗത കുരുക്ക് ഒരു റോഡിൻ്റെ പുനർനിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൂടെ ഒരു ഗെയിൽ പൈപ്പ് ലൈൻ്റെ ജോലിയോടും വന്നതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാർക്കും യാത്രക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നാട്ടുകാരോടെ പരാതി വന്നതിന് അതിൻ്റെ ഉദ്ദേശത്തിൽ അർത്ഥത്തിൽ അവരോട് ഈ വർക്കുകൾ എത്രയും പെട്ടെന്ന് സമയബന്ധിതമായി തീർക്കുവാനും അവർക്ക് വേണ്ട അവിടെ അപകടങ്ങളില്ലാതിരിക്കാൻ അവിടെ എന്താണ് മാർഗങ്ങൾ എന്നുള്ളത് അവിടെ ഒരു സൈൻ ബോർഡുകൾ അതുപോലെ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചുകൊണ്ട് നല്ലൊരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കാനും റോഡിൻ്റെ അപകടങ്ങൾ ഇല്ലാത്ത രീതിയിൽ ഒരുപാട് അപകടങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇല്ലാത്ത രീതിയിൽ നല്ലൊരു രീതിയിൽ പ്രവൃത്തി നടത്തുവാൻ വേണ്ടി തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അവർ അത് അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ലാസ്റ്റ് എടുത്ത തീരുമാനം. അവർ 2 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കാമെന്ന് പറയുന്നുണ്ട്. ഒരു രാത്രി സമയങ്ങളിലാണ് ജോലി എടുക്കാൻ ഇപ്പം അവർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് പ്രകാരം രാത്രി മാത്രമേ ജോലി എടുക്കുമെന്ന് പറയുന്നുണ്ട്. അവിടെ റോഡിലേക്ക് കൂട്ടിയിട്ട മണ്ണ് എത്രയും പെട്ടെന്ന് തന്നെ മാറ്റി അവിടെ നിന്ന് ഡിസ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള കുഴി അടച്ചുകൊണ്ടുള്ള പെട്ടെന്നുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസ് ആ ഏരിയയിൽ പ്രത്യേക ഇപ്പോൾ തന്നെ ട്രാഫിക് പോലീസ് അവിടെ നിരന്തരം പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ള സ്ട്രെങ്ത് വെച്ചിട്ട് ഞങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്. Nesra Gold and Diamonds, Kalpaka Building, Bypass Road, Kondoti.